ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്സ്. ഗായ്സ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രേമിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് പ്രേമത്തെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. പ്രേമിക്കുന്നത് നല്ല തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരൊക്കെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ആ പ്രേമം നടക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പ്രേമിക്കാനൊരു ഭാഗ്യം വേണം. അത് എടുത്തു പറയുന്ന കാര്യമാണ്. പ്രേമിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്കില്ല. സത്യസന്ധത ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാലയളവിൽ 8ഓളം പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഓരോരുത്തരും വരുമ്പോൾ. പക്ഷേ ഒരാൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നടക്കും, അടുത്ത ആൾ വിചാരിക്കുമ്പോൾ ഇത് നടക്കും, അത് വരും, അങ്ങനെ നടക്കും വിചാരിച്ചിട്ട് ഇതുവരെ ഒരു 3-4 എന്താണ് നല്ല ഉദ്ദേശത്തോടെ അല്ല വന്നത്. പിന്നെ 3-4 നടന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് പറഞ്ഞ പണിയല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഇത്ര ചേച്ചി സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ ചെറിയ വേദനയൊക്കെ ഉണ്ട്. പ്രേമിച്ച് കെട്ടി അവളെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാം. നമ്മൾ എത്രയും അടുത്തറിഞ്ഞിട്ടാണ് കെട്ടുന്നത്. പിന്നെ വഴക്കും പിണക്കങ്ങളൊക്കെ എല്ലാ കുടുംബജീവിതത്തിലും ഉണ്ടാവും. വഴക്കും പിണക്കങ്ങളില്ലാത്ത കുടുംബജീവിതങ്ങളില്ല. പിണക്കവും വഴക്കും ഉള്ളിടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ. അത് സത്യമാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം, ഷെയർ ചെയ്യണം. എൻ്റെ ചേട്ടനും ചേച്ചിയുണ്ട്. ഞാൻ എന്ത് ചേച്ചിയോട് പറയണം അപ്പം ചേട്ടനോട് പറയും. ചേട്ടനോട് ഞാൻ എന്ത് പറഞ്ഞു ചേട്ടനും ചേച്ചിയോടും പറയും. അതാണ് അവർ തമ്മിലുള്ളൊരു ബോണ്ടാണത്. അവർ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും. ആ ചേട്ടനും ചേച്ചിയും ചേട്ടനും ചേച്ചിയും എന്ന് പറയാൻ അവരെ ദൈവമായിട്ട് ഒന്നിപ്പിച്ചാണ്. നമ്മൾ പറയില്ലേ, ചിലവരെ കറക്റ്റായിട്ട് ദൈവം ഒരുമിപ്പിക്കും എന്ന് പറയില്ലേ, അതുപോലെയാണത്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, പ്രേമിച്ച് കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.